പ്രായത്തെ തോൽപ്പിച്ച് ആഴങ്ങളോട് ഏറ്റുമുട്ടി ജീവിക്കുന്ന ഒരമ്മയുണ്ട് കൊച്ചി അരൂർ അരീക്കുറ്റി ഗ്രാമത്തിൽ. തണുത്തുറഞ്ഞ കായൽ കയങ്ങളിൽ നിന്ന് കക്കവാരിയാണ് 80-ാം വയസ്സിലും വിശാലമ്മ ജീവിതത്തോട് പോരാടുന്നത്. വഞ്ചിയുമായി ജീവിതം തിരഞ്ഞിറങ്ങുന്ന ആ യാത്രയിലേക്ക് കടന്നു ചെല്ലാം. കുഞ്ഞുനാൾ മുതലേ തന്നെ കായലിൽ പോണതാ. അങ്ങനെ പേടിച്ചിട്ട് കാര്യമുണ്ടാ. തുഴ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സ്ഥലത്ത് എവിടെ വേണമെങ്കിലും പോകാം, വെള്ളത്തിൽ കിടന്ന് തുഴഞ്ഞു കഴിഞ്ഞാൽ. ഉറച്ച വാക്കുകളോടെ കായലിന്റെ അടിത്തട്ടിലേക്കുള്ള ഈ യാത്രയിൽ നിന്നും തുടങ്ങുന്നു വിശാലാമ്മയുടെ ജീവിതം. പ്രഭാതം തണുത്തുറഞ്ഞിട്ടുണ്ട്. കാലം പ്രായത്തിന്റെ ചുളിവുകൾ വീഴ്ത്തിയ കൈകളും വിണ്ടുകീറിയ കാലുകളും ആ തണുപ്പിൽ വിറങ്ങലിച്ചിരിക്കുന്നു. ഈ പ്രഭാതത്തെ അതിജീവിച്ചാണ് 80 പിന്നിട്ട വിശാലാമ്മ ജീവിതത്തോടുള്ള പോരാട്ടം തുടങ്ങുന്നത്. അമ്മ ചിലപ്പോൾ 6 മണിക്ക്, ചിലപ്പോൾ 7 മണിക്ക് അരി വെക്കാനുണ്ടെങ്കിൽ അതിൽ ഇച്ചിരൂടെ വെളുപ്പിനെയാക്കും. ഇപ്പം പോയി ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കയറി വരും. കൂടുതൽ നോക്കുകയല്ല, ചിലപ്പോൾ കക്ക കൂടുതലുണ്ടെങ്കിലേ ഒരു കൊട്ട കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ കുറച്ചേ കിട്ടുകയുള്ളൂ. എന്നാലും ഞാൻ പോകും. നമ്മളിപ്പോൾ ഇത്രയും പ്രായമുള്ള അമ്മമാരൊക്കെ പോയി വല്ലയിടത്തും പണിയെടുക്കുന്നുണ്ടോ? അപ്പോൾ അമ്മക്ക് പിന്നെ ബുദ്ധിമുട്ട് വരികയില്ലേ? അല്ല, എനിക്കുള്ള ബുദ്ധിമുട്ട് പോലെ അവർക്ക് 3-4 മക്കളുള്ള ആൾക്കൊക്കെ ഇല്ലേ? അതുകൊണ്ട് ഇത് തുഴയാൻ പോയി കിട്ടുന്നത് കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർക്കും. ചിലപ്പോൾ 200 രൂപ കിട്ടും, ചിലപ്പോൾ 100 രൂപ കിട്ടും. ഇതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. വീട്ടിലെ പണികൾ ഓരോന്നും തീർത്ത് മുറ്റത്ത് കൂട്ടിയ അടുപ്പിൽ നിന്നും കടുപ്പത്തിലൊരു കട്ടൻ ചായയും ഇട്ടുകുടിച്ചേ ഈ അമ്മ കായലിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലും. ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ പെടാപ്പാട് പെടുമ്പോഴായിരുന്നു ഭർത്താവിന്റെ മരണം. പിന്നീട് 2 മക്കളെ വളർത്താനുള്ള നെട്ടോട്ടമായിരുന്നു. കായലുമായി ചെറുപ്പം മുതൽ ഇഴകിച്ചേർന്ന വിശാലാമ്മയ്ക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. വഞ്ചിയുമായി ജീവിതം തിരഞ്ഞിറങ്ങി. കായലിന്റെ ഹൃദയഭാഗത്തേക്കാണ് വിശാലാമ്മ ഈ തുഴഞ്ഞു നീങ്ങുന്നത്. വള്ളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കക്കയുള്ള ഭാഗങ്ങൾ നിരീക്ഷിക്കും. പിന്നെ നേരെ വെള്ളത്തിലേക്ക് ചാടും. കാലുകൊണ്ട് അടിത്തട്ടിൽ ചവിട്ടി കക്ക അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തും. അത് ഇങ്ങനെ കാലിന് വരും, കൈ കൊണ്ട് പെറുക്കിയെടുക്കും. കൊട്ടയിൽ വെച്ച് വെള്ളം പോകുമ്പോൾ അവർ കൊണ്ടുപോകും. അന്നേരമൊന്നും വള്ളത്തിലൊന്നും പോകുകയില്ല. ഇങ്ങോട്ട് ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തി ഇവിടെ വന്ന് അക്കരയായിട്ട് നീന്തി കയറും. ഇപ്പം ഈ മണ്ണടിച്ചൊക്കെ കുഴിയായതുകൊണ്ട് നമുക്ക് നീന്തിപ്പോകാൻ പറ്റത്തില്ല. അതൊരു 10 വർഷത്തിന് മുമ്പ്. ഇന്നാണ് ഇങ്ങനെയൊക്കെ പോണത്. മുങ്ങിത്തപ്പി കിട്ടുന്ന കക്കയിൽ നിന്നുള്ള തുച്ഛമായ വരുമാനത്തിലാണ് വിശാലാമ്മയുടെ ജീവിതം നിലയ്ക്കാതെ ഒഴുകുന്നത്. അതുകൊണ്ട് ആഴങ്ങളോട് ഏറ്റുമുട്ടുമ്പോഴും ഈ അമ്മ ഭയപ്പെടാറേയില്ല. ഇപ്പോൾ ഇത് കൊണ്ടുവന്നു, ഇതാണെങ്കിലും ഞാൻ ഇത് കഴുകി ഇനി അടപ്പയിൽ വെച്ച് തിളച്ച് കഴിയുമ്പോൾ കിലുക്കി അത് പെറുക്കിയെടുത്ത് കഴുകി എടുക്കണം, എന്നെങ്കിലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. സമാനതകളില്ലാത്ത ജീവിത പോരാട്ടങ്ങളുടെ കഥ ചികഞ്ഞാൽ വിശാലമ്മ പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്ത ഓർമ്മകളുടെ കെട്ടഴിക്കും. 20 വർഷത്തിലേറെയായി തനിച്ചാണ് ജീവിതം. ആ കാലയളവ് തന്നെയായിരിക്കും ഈ പ്രായത്തിലും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഈ അമ്മയെ പാകപ്പെടുത്തിയതും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിക്കാനും പിന്നെ പണിയെടുക്കാനായിട്ട് പണിക്ക് പോയ കാശൊന്നും ഇല്ലല്ലോ ഒരുപാട്. ഇന്ന് 10 രൂപ കിട്ടുന്നിടത്ത് 50 രൂപയെ കിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ കൊണ്ട് കഴിഞ്ഞു പോകും. ഇന്ന് എത്ര കിട്ടിയാലും ശരിയാണ്, കടയിലേക്ക് കയറിയാൽ വല്ല കാര്യവും നടക്കുക. ഒരു കറി വെക്കാൻ മേടിക്കണതിന് തന്നെ എന്തോരം കാശാകും. ഇതാണ് നമ്മുടെ വീട്. ഞാൻ ജനിച്ച വീട് അപ്പറയാണ്. അടിവയറ്റിൽ
വിശപ്പിന്റെ ആദി കെടാതെ നിന്ന കാലത്ത് ജീവിതമായത് കായലാണ്. ആ കായലിലേക്കുള്ള വിശാലാമ്മയുടെ യാത്ര പ്രായത്തെയും ഭേദിച്ച് തുടർന്നുകൊണ്ടേയിരിക്കും.